വെൽക്കം ബാക്ക് ടു SRT വ്ളോഗ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വ്ളോഗ് ചെയ്തിട്ട് ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു. കണ്ടന്റ് ക്ഷാമം കൊണ്ടല്ല, ആക്ച്വലി എൻ്റെ യൂട്യൂബിന്റെ ചെറിയൊരു ഇഷ്യൂവിലാണ് ഉള്ളത്. ആഡ്സെൻസ് അക്കൗണ്ട് അവിടെ ഒരു പ്രശ്നം വന്നിട്ട് ഇങ്ങനെ സ്റ്റെക്ക് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം സോൾവ് ആയിട്ട് പുതിയ കണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെ ലേറ്റ് ആയി പോയത്. ബട്ട് അതിപ്പോഴും ഒരു ചെറിയ ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ കണ്ടന്റ് ലേറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു 2 വർഷം മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അതിനും 1 വർഷം മുമ്പ് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും പകുതി വഴിക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കതിന്റെ പേയ്മെന്റ് വിത്ഡ്രോവൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതിൽ കൊടുത്ത അഡ്രസ്സ് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ആയിപ്പോയി. കാരണം ഞാൻ UAE നിന്ന് സ്റ്റാർട്ട് ചെയ്ത ചാനലായിരുന്നു. പക്ഷെ ഞാൻ കൊടുത്തത് നാട്ടിലെ അഡ്രസ്സാണ്. പക്ഷെ ID വെരിഫിക്കേഷൻ ഞാൻ ഇവിടത്തേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് മിസ്മാച്ച് ഒക്കെ വന്നതുകൊണ്ട് തന്നെ അക്കൗണ്ട് കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് ഇരിക്കുവാണ്. അതിന് എനിക്ക് അഡ്രസ്സ് അതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ ടൈം എടുക്കും. സോ അതുവരെ ആ ഒരു ഇഷ്യൂവിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ശരിയാവുന്ന വരെ വ്ളോഗിലേറ്റ് കഴിഞ്ഞാൽ ചാനൽ കുറച്ച് ഡെഡായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുവാണെങ്കിൽ ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്കായിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആമസോൺ ആപ്പിൽ നിന്നാണെങ്കിലും പിന്നെ പുറത്തുനിന്നാണെങ്കിലും കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചു. അപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചപ്പോൾ അത് ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇതൊക്കെ ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് എന്നാൽ പിന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സോ നമുക്ക് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെന്ന് അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം അല്ലേ. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ പുതിയ DJIന്റെ മൊബൈൽ 6 വേർഷൻ ആട്ടോ. DJIന്റെ മൊബൈൽ ഓസ്മോ മൊബൈൽ 6 വേർഷനിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഷൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോയാലും അതെന്റെ കൂടെ മൂവ് ആവും. കണ്ടോ, ഇത് ആക്ച്വലി ഞാനൊരു ഗിംബലിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ മൂവ് ചെയ്താലും ഇത് ഓട്ടോമാറ്റിക്കലി എന്നെ ഇങ്ങനെ ട്രാക്ക് ചെയ്തോളൂ. സോ എനിക്ക് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ, എനിക്ക് വ്ളോഗ് ഷൂട്ടൊക്കെ കാര്യങ്ങൾ കുറച്ചും ഈസി ആയിരിക്കും തോന്നുന്നു. ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കേ, ആൻഡ് ഇത് ഇവിടെ മൊത്തം വെള്ളം വീണിരിക്കുക കേട്ടോ. ഇതെനിക്ക് കിട്ടിയ ഒരു ബൊക്കെയാണ്. ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ തേടി വന്നൊരു സമ്മാനമാണ്. ഒരു നല്ല അടിപൊളി ഒരു ബൊക്കെ. ഇതിപ്പോൾ എന്തിലെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, കാരണം ഇതിനുള്ളിൽ കുറച്ച് വെള്ളം അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള നമ്മുടെ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്കിങ്ങനെ നോക്കാം. ഞാൻ അതിനു മുമ്പ് ഇതിൻ്റെ ഒരു സിസ്റ്റർ എടുത്തിട്ട് വരട്ടെ, കത്രിക എടുത്തിട്ട് വരാം. വെയിറ്റ്, ഇതിപ്പോൾ എൻ്റെ പുറകെ ക്യാമറ ഇങ്ങനെ വരിക. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് നോക്കാം അല്ലേ. ഞാൻ ആക്ച്വലി ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു കോലത്തിലാണ് വന്നേക്കുന്നത്. ഇന്നത്തെ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. എനിക്കിത് എന്തായാലും അൺബോക്സ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി മെനക്കെട്ട് റെഡി ആവാനൊക്കെ ഭയങ്കര മടി. എന്നാൽ പിന്നെ കൈയോടെ തന്നെ അത് വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് ഞാൻ ഈ വ്ളോഗിനായിട്ട് വന്നേക്കുന്നത്. ഓ, ഭയങ്കര പാടാ, ഭയങ്കര വെയിറ്റ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ എനിക്ക് ഒരു ഒട്ടും ക്ഷമയില്ലാത്ത ആളാട്ടോ. എനിക്കിങ്ങനെ വലിച്ചു പറിച്ച് തുറക്കുന്നതാണ് ഇഷ്ടം. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് ഡ്രസ്സ് ഹാങ് ചെയ്തിട്ട് സ്റ്റീം കൊടുത്തിട്ട് അയൺ ചെയ്യില്ലേ, അതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഇത് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ ഈ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, ചുരിദാർ, ഗ്ലാസ് മെറ്റീരിയൽസ്, ഓവർ വർക്കൊക്കെ ഉള്ള ത്രെഡ് വർക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നോർമൽ അയൺ ബോക്സിൽ അയൺ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് സ്റ്റീം ചെയ്ത് അയൺ ചെയ്യാവുന്ന ഒരു സംഭവം ഇപ്പം മിക്കവരും അത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദ്യമൊക്കെ ഷോപ്പുകളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരും വീടുകളിൽ തന്നെ അത് സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ്. പക്ഷെ അതല്ല, ഇത് മാറിപ്പോയി. ഇതല്ല, ഇത്ര വലിയ വെയിറ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ട്.
ഇത് അതല്ല കേട്ടോ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനമില്ലേ സ്റ്റീം ചെയ്ത് അയൺ ചെയ്യുന്നത്, അത് ഇതാണ് കേട്ടോ. നമുക്ക് കുറെ വാച്ചുകൾ ഉണ്ടാവുമല്ലോ, വാച്ച് കളക്ഷൻ ഉണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് നല്ല വാച്ചുകളൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വാച്ചുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വാച്ച് കളക്ഷൻ ബോക്സ് ആണിത്. ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കിങ്ങനെ വാച്ചുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ബ്രേസ്ലെറ്റോ കാര്യങ്ങളൊക്കെ, ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ റിങ്ങുകൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സംഭവം. ഞാനിത് ആമസോണിൽ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വാച്ചുകളെല്ലാം ഇതിലിങ്ങനെ സെറ്റ് ചെയ്യണം. 12 സ്ലോട്ടാണ് ഉള്ളത് കേട്ടോ. 12 വാച്ചുകൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും. 12 വാച്ച് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് ഇതെല്ലാം അൺബോക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് വാച്ച് കളക്ഷൻ ബോക്സ്. ഇനി എനിക്ക് ജ്വല്ലറി കളക്ഷൻ ബോക്സ് ആണ്. ജ്വല്ലറി ബോക്സ് നമുക്ക് കുറേ പെൺകുട്ടികൾക്ക് എന്തായാലും ലേഡീസിന്റെ കയ്യിലൊക്കെ ഒത്തിരി എപ്പോഴും കമ്മലും മാലയും ബ്രേസ്ലെറ്റും അതും ഇതൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിങ്ങനെ നമ്മളെപ്പോഴും നല്ലപോലെ കീപ്പ് ചെയ്ത് വെച്ചെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആകും. അപ്പം അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നൊരു സംഭവമാണിത്. കുട്ടിയല്ലേ, എത്രയോ ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. എത്രയോ ഗിഫ്റ്റുകൾ കിട്ടിയിരിക്കുന്നത് ഞാനാണ്. പക്ഷെ ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചാലും ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഓപ്പൺ ആക്കാനായിട്ട് ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്ത പോലത്തെ ഒരു സന്തോഷമാണ് എനിക്ക്. ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണെങ്കിലും അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ക്ഷമയില്ല. ഇതിനുള്ളിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഒരു ക്ഷമയില്ല എനിക്ക്. അയ്യോ, ഓക്കെ. ഇപ്പോൾ ഈ ഇടയിട്ട് ഞാൻ ആമസോണിൻ്റെ വലിയൊരു ഫാൻ ഗേളാട്ടോ. ആമസോണിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഇതെന്ത് ഇങ്ങനെ തല തിരിഞ്ഞു പോയി. യെസ്, ഇത് ഇങ്ങനത്തെ ഒരു ബോക്സ് ആണ്. നമുക്ക് കമ്മല്, മാല, വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട്. ഇതിൽ മോതിരങ്ങളൊക്കെ വെക്കാം, ചെറിയ ചെറിയ സ്റ്റഡ് കമ്മലുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കമ്മലുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടെ വലിയൊരു, ഇതിൽ മാലകളും കാര്യങ്ങളൊക്കെ ചെയിനൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇത് മോതിരങ്ങളുടെയാണ്. അതുപോലെ ബാംഗിൾസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ചെറിയ ചെറിയ ബാംഗിൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് മാലയൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. നൈസ്. ഒത്തിരി സാധനങ്ങൾ ഒരു ബോക്സിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതെനിക്കിഷ്ടമായി. കൊള്ളാം. ഇതെല്ലാം വെക്കാൻ സ്ഥലമാണ് പ്രശ്നം. ഇവിടെ ഭയങ്കര സ്ഥലം കുറവാണ്. എൻ്റെ ബെഡ്റൂമിൽ എനിക്ക് സാധനങ്ങളെല്ലാം വെക്കാൻ സ്ഥലമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീം അയൺ സെറ്റപ്പ് സംഭവം. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാ. ഇതൊക്കെ നോക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാട്ടോ. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് ഇന്നലെ എൻ്റെ ഒരു പുതിയ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചപ്പൽസ് വാങ്ങിയായിരുന്നു. കുറച്ച് ഹീൽസ് വാങ്ങിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ? അടിപൊളി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് ചപ്പലും വാങ്ങിയായിരുന്നു. ഇതും ഹീൽസ് തന്നെയാണ് കേട്ടോ. ഇതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ
ഇപ്പോൾ എന്താണെന്നറിയില്ല, ഹീൽസിനോട് ഭയങ്കര താല്പര്യം. ഇതും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഗ്ലാസ് വർക്ക്, മറ്റേ സീക്വൻസ് വർക്ക്, ഇതും എനിക്കിഷ്ടമായി. കൊള്ളാം. അങ്ങനെ പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ്, അത് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടിരിക്കാം. വാ, അവിടെ മൊത്തം ഞാൻ അലമ്പാക്കിയിട്ടു. ഞാൻ എപ്പോഴും ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ, സ്കിൻ കെയർ സംഭവം അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ സെഫോറയാണ്. സെഫോറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ്. സെഫോറയാണ് ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുക. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇവിടെ അൽസാഹിയ സിറ്റി സെൻറ്റർ ഉണ്ട്, ഷാർജ മൊബൈല ഭാഗത്ത് അൽസാഹിയ സിറ്റി സെൻറ്റർ ഉണ്ട്. നല്ല മാളാണ്. അപ്പോൾ അവിടെ സെഫോറ ഉണ്ട്. സെഫോറ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ പോയിട്ടാണ് പർച്ചേസ് ചെയ്യാറ്. അങ്ങനെ കഴിഞ്ഞ ദിവസം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെഫോറയിലേക്ക് പോയതാണ്. പക്ഷേ സെഫോറയിലേക്ക് പോകുന്ന വഴി വേറൊരു പുതിയ ഷോപ്പ് അവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. ലെറ്റ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്, അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തത് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. പുതിയൊരു സൺസ്ക്രീൻ ലോഷൻ വാങ്ങിയായിരുന്നു, സർഫേസ് ആൻഡ് ഫ്ലൂയിഡ് ഏജ് 0880 50+. ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു. പിന്നെ ഇത് ഫേസിലേക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. നമ്മൾ പുറത്ത് ഷൂട്ടിനോ വെയിലത്തോ കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് കൈ, കാല്, അങ്ങനെ സണ്ണിൻ്റെ ടാൻ അടിക്കാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളും ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യാനുള്ളൊരു സൺസ്ക്രീൻ തന്നെയാണ്. ഇത് 30+ SPF അതിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു. പിന്നെ ഇത് ഹെയർ സ്പ്രേ ആണ്. കാരണം നമ്മൾ മുടി ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിലും കേൾ ചെയ്യണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിടുമ്പോൾ അത് കുറച്ച് നേരത്തേക്കല്ലേ അത് നിൽക്കുള്ളൂ. അപ്പോൾ ഒരു ലോങ് ടൈം അത് നമുക്ക് ഹെയറിൽ സെറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്ട്രെയിറ്റനർ കൊണ്ട് സ്ട്രെയിറ്റോ കേളർ കൊണ്ട് കേളോ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഫുള്ള് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്ത് നിന്നോളൂ. നമ്മൾ എങ്ങനെയാണോ ഹെയർ സെറ്റ് ചെയ്തിരുന്നത് അതുപോലെ. പിന്നെ ഇത് ആക്ച്വലി ഈ 3 പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അപ്പോൾ 3 ഈ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ നമുക്ക് അവർ കോംപ്ലിമെന്റ് പോലെ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ബില്ല് വരുമ്പോൾ അവർ നമുക്ക് എപ്പോഴും കുറച്ച് ഗിഫ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, ഇത് തുറന്നു പോന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 5 പ്രൊഡക്റ്റ് എന്തോ ആണ് എടുത്തത്. അത് 5 ഏതൊക്കെയാണ് ഞാൻ അതിൽ യൂസ് ചെയ്യാൻ എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ 5 പ്രൊഡക്റ്റ് നമുക്ക് അവിടെ ഇപ്പോൾ നടക്കുന്ന ഓഫറാണ്. 5 പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് അവർ കോംപ്ലിമെന്റ് പോലെ കുറച്ച് പ്രൊഡക്റ്റും കൂടെ നമുക്ക് തരും ഗിഫ്റ്റായിട്ട്. സോ മലയാളികൾ നമ്മളെപ്പോഴും ഈ പേയ്മെന്റ് ഡിസ്കൗണ്ട് ചോദിക്കാനൊക്കെ മുമ്പ് നമുക്ക് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേയ്മെന്റിൽ വലിയ കോംപ്രമൈസ്, അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ്. സോ അവർ കുറച്ച് ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ, നമ്മൾ പർച്ചേസ് ചെയ്തതിന് കൂടുതൽ നമുക്കൊരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അവർ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, ഇതിലെന്തോ ഒരു ലിക്വിഡ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ള പാക്കറ്റ് മൊത്തം ലിക്വിഡ് ആയിട്ടിരിക്കുകയാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തന്നിട്ടുണ്ട് കോംപ്ലിമെൻ്റ് ആയിട്ട്. പിന്നെ ഈ ആശാനാണ് തുറന്നു പോയത്. ഇതാണ് മൊത്തം കവർ നശിപ്പിച്ചേക്കുന്നത്. ഇത് കണ്ടീഷണറാണ്. ഓൾ ഹെയർ ടൈപ്സ്, നോർമൽ ഹെയർ, ഡ്രൈ ഹെയർ, എല്ലാ ഹെയറിനും പറ്റിയ ഒരു കണ്ടീഷണർ തന്നിട്ടുണ്ട് നമുക്കവർ ഗിഫ്റ്റായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ല 5 പ്രൊഡക്റ്റ് ഒന്ന്, അതിലൊന്ന് അല്ല, ഇത് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ബ്ലാക്ക് ഹോട്ട് പെപ്പേഴ്സിൻ്റെ ഫ്രഷ് സ്പൈസി ബോഡി മിൽക്ക് ബോഡി വാഷാണോ ഇത്? ഇതെന്ത് സാധനം? ബോഡി വാഷാന്ന് തോന്നുന്നു. വേറെന്തോ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. എനിവേ അത് ബോഡി വാഷ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതാണ് തുറന്നു പോയിരിക്കുന്നത്. അപ്പം പിന്നെ അത് കൂടാതെ അത്യാവശ്യം അവർ നല്ല ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ? ഇതൊരു പെർഫ്യൂം, ആൽക്കമിസ്റ്റിൻ്റെ ഒരു പെർഫ്യൂം അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഫേസ് മാസ്ക് വെച്ചിട്ടുണ്ട്. കൊക്കനട്ട് ഷീറ്റ് മാസ്ക് വെച്ചിട്ടുണ്ട്. സോ എൻ്റെ കയ്യിൽ മൊത്തം ബോഡി വാഷ് ഇതിൽ സ്പ്രെഡായിട്ട് അത് മൊത്തം കയ്യിലായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്ത് കൂട്ടിയത്. എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഷോപ്പിംഗ് നമ്മൾ എല്ലാ ഗേൾസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഷോപ്പ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഷോപ്പിലേക്ക് കയറുക. പക്ഷേ എന്നെ ഷോപ്പിന് കൊണ്ടുപോകാൻ കൊള്ളത്തില്ല. കാരണം ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി കയറി ഞാൻ ചിലപ്പോൾ വാങ്ങാൻ ഒരു സാധനം മനസ്സിൽ വിചാരിച്ചിട്ടേക്ക് വാങ്ങാൻ പോവാം. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു വിടുന്നത് വേറെ എന്തൊക്കെയോ ആയിരിക്കും. ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എത്ര ഷോപ്പ് ചെയ്താലും എനിക്ക് മതിയാവില്ല. എല്ലാ ലേഡീസും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് ഈ മേക്കപ്പ് പ്രോഡക്ട്സ്, അത് ഇത് ആക്സസറീസ്, ജ്വല്ലറി, ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ അടുത്തും ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ വാങ്ങി കൂട്ടിയ സാധനങ്ങൾ. ഇതെല്ലാം ഞാനിപ്പോൾ മടി വെച്ചിട്ട് ഞാനിങ്ങനെ അൺബോക്സ് ചെയ്യാണ്ടിരിക്കുമായിരുന്നു.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ടന്റിന് ലേറ്റ് ആവുന്നത് കേട്ടോ. ഇൻഷാ അല്ലാ അതെന്തായാലും ഒരു ഈ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, പിന്നെ അൽഹംദുലില്ലാ, ഇതൊക്കെ എനിക്ക് നമ്മുടെ UAE വന്ന് സെറ്റിൽ ആയതിനു ശേഷം നാവിൽ കയറിക്കൂടിയ കുറേ വാക്കുകളാണ്. കാരണം എൻ്റെ ഓൾമോസ്റ്റ് ഒരു 90% ഫ്രണ്ട്സ് എല്ലാവരും തന്നെ മുസ്ലിം ഇസ്ലാം മത ഫ്രണ്ട്സുകളാണ് എല്ലാവരും. സോ അവരുടേതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ എനിക്കങ്ങനെ അങ്ങനെ ജാതി മതമൊന്നും നമ്മൾ നോക്കില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. സോ നമ്മൾ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ വായിന്ന് നമുക്ക് നമ്മൾ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കോപ്പി ചെയ്യുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളുടെ വായിലും അറിയാതെ അവർ ഉപയോഗിക്കുന്ന ചീത്ത വാക്കുകളല്ല കേട്ടോ, നല്ല വാക്കുകൾ മാത്രം കോപ്പി ചെയ്യുക. അല്ലാതെ എല്ലാം അവർ പറയുന്നത് നമ്മൾ കോപ്പി ചെയ്യേണ്ട. പക്ഷെ അതൊരു ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് കോപ്പി ചെയ്തിങ്ങനെ കുറേ വാക്കുകളാണൊക്കെ. അത് അവർ നാട്ടിൽ പോകുമ്പോഴും ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും, ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ, ഓ ദുബായിക്കാരി അവിടെ പോയപ്പോഴേക്കും പിന്നെ ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞ് കളിയാക്കും. എനിവേ അത് ഞാൻ ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യെസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ വൈകാതെ തന്നെ സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ വ്ലോഗ് ഇട്ടിട്ടും എനിക്കൊന്നും ഏണിങ്സ് ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ. അങ്ങനെയാണ് ഞാൻ പഴയ 2 ചാനലും ക്ലോസ് ചെയ്തത്. ഇത്തവണ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ അത് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് ആ ഇഷ്യൂ സോൾവ് ചെയ്യും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് മൊത്തം എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട്, സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ സെറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ ഇനിയത്തെ നെക്സ്റ്റ് വ്ലോഗിൽ ഞാൻ എപ്പോഴെങ്കിലും വീടിനകത്ത് നിന്ന് എന്തെങ്കിലും വ്ലോഗ് എടുക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അൺബോക്സിംഗ് വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം അത്യാവശ്യം അത് ലെങ്തി വീഡിയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ടൈം ഹോം ടൂർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ചാനൽ വന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവും, മനഃപൂർവ്വം സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് എന്തിനാണ് ഈഗോ, അങ്ങ് നിൽക്കൂ. എന്നാലേ ഞാൻ ഇടുന്ന വ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ ചാനൽ തപ്പി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചിട്ട് പോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വ്ലോഗ് ഷെയർ ചെയ്യുക. അപ്പം ഇനി ഒരു വ്ലോഗ് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, എൻ്റെ യൂട്യൂബ് ജേണി. കുറേ ആളുകൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ അതൊരു എന്തായാലും ഒരു എൻ്റെ യൂട്യൂബ് ജേണി ഒരു ഇൻസ്പിറേഷൻ ആവുന്നെങ്കിൽ ഉറപ്പുണ്ട്. സോ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അടുത്ത വ്ലോഗിൽ എപ്പോഴെങ്കിലും. അപ്പോൾ ഗൈസ്, ചിൽ ദെൻ, സൈനിങ് ഓഫ്, ശ്രുതി തമ്പി. ബൈ, ടേക്ക് കെയർ.